സുഹൃത്തുക്കളെ, നമ്മളിന്ന് പറയാൻ പോകുന്നത് പലതരം തെറ്റികളെക്കുറിച്ചും അതേപോലെ തന്നെ തെറ്റികൾക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് വളം കൊടുക്കുന്ന രീതി, വെള്ളം ഒഴിക്കുന്ന രീതി. എന്നാൽ ഒരു വലിയ മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് സുന്ദരമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരിനം ചെടി തന്നെയാണ് തെറ്റി. എന്നാൽ ഇന്ന് പല വെറൈറ്റികൾ ഇന്ന് നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. അതിനകത്ത് തന്നെ വലിയ ഇലകളുള്ള തെറ്റിയുണ്ട്, അതേപോലെ തന്നെ ചെറിയ ഇലകളുള്ള തെറ്റികളുണ്ട്. മിനിയേച്ചർ ടൈപ്പ് തെറ്റി എന്ന് തന്നെ അറിയപ്പെടും. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള മഞ്ഞത്തെറ്റികൾ പണ്ടുണ്ടായിരുന്ന കമ്മൽ തെറ്റിയുടെ ഒരു ഭാഗഭേദമാണ് ഈ കാണുന്ന തെറ്റി. അതേപോലെ കുറേ വെറൈറ്റി തെറ്റികളൊന്നും നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നുണ്ടെങ്കിലും ഇത് പൂക്കാനായിട്ടും വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും എന്തൊക്കെ വളങ്ങൾ കൊടുത്താലും നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഇടാൻ പോകുന്നത്. അതിനും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കുക. തെറ്റിയൊക്കെ നമ്മൾ വെള്ളം ഒഴിക്കുന്നത് ഏകദേശം നല്ല ഈ ഒരു ചെറിയൊരു ഫോഴ്സിൽ കൊടുക്കുന്നത് നല്ലതാണ്. പൂക്കൾ അധികം പെട്ടെന്ന് പോത്തുമില്ല. അതേപോലെ തന്നെ കീടങ്ങൾ ഒരുപാട് അതിനകത്ത് ഇരിക്കാനായിട്ടുള്ളൊരു സാധ്യത കൂടി കുറവായിരിക്കും. ഇത്രത്തോളം ഒരു ചെറിയ പ്രഷറിൽ വെള്ളം കൊടുക്കുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും നല്ല ഒരു മാർഗം. കീടങ്ങളെ ഒഴിവാക്കാൻ നമുക്ക് ഏറ്റവും നല്ലതാണ് ഇത്തരത്തിലുള്ള വെള്ളം കൊണ്ട്. ഒരു പരിധി വരെയുള്ള കീടങ്ങളെ നമുക്ക് ഇതേപോലെ ഒരു ചെറിയൊരു പ്രഷറിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മരുന്ന് ഉപയോഗിക്കുന്നത് കുറഞ്ഞു കിട്ടും. ഇപ്പം പലരും നമ്മൾ തേനീച്ച വളത്തിലൊക്കെ നന്നായിട്ട് നോക്കിപ്പോകുന്ന കുറേ ആളുകളുണ്ടല്ലേ. എന്നാൽ അവർക്കൊക്കെ ഈ മരുന്ന് കൊടുക്കുന്നത് തേനീച്ച നശിച്ചു പോകാനും അതേപോലെ തന്നെ തേനീച്ച സ്വന്തം കൂട്ടിൽ നിന്നും വേറെ കൂട്ടുകളിലേക്ക് ചേക്കേറാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടായതിനാൽ നമുക്ക് വെള്ളം കൊണ്ടുള്ള വാഷിങ്ങിലൂടെ നമുക്ക് ഇതേപോലുള്ള നല്ല നല്ല തെറ്റികളെ വയ്ക്കാം. തേനീച്ചയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നന്നായിട്ട് പരാഗണം നടക്കും. പരാഗണം നടക്കുമ്പോൾ നിറച്ച് പൂക്കൾ കിട്ടാനായിട്ടൊരു സാധ്യത, നല്ല നെക്ടർ കിട്ടാനായിട്ട്, തേൻ കിട്ടാനായിട്ടൊക്കെ നമുക്ക് ഏറ്റവും നല്ലതാണ് ഇത്തരത്തിലുള്ള തെറ്റി. അതിനകത്ത് തന്നെ പല വെറൈറ്റി തെറ്റിയിൽ ഇത് പൂനെ തെറ്റിയാണ് ഇപ്പോൾ കാണുന്നത്. ഇക്കാണുന്നത് ഒരുപാട് ഉയരം പോവാതെ തീരെ ചെറുതിലേ പൂത്ത് കിട്ടുന്ന നിറച്ച് ഫ്ലവർ ചെയ്യാൻ സാധ്യതയുള്ള വെള്ളത്തെറ്റിയാണ്. ഇതാണ്ട് ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് വൈറ്റ് എക്സോറ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. ഇതിന് വേണ്ടുന്ന അതായത് നടിയിൽ മിശ്രിതം, അതായത് ചുമന്ന മണ്ണ്, സ്വല്പം നാടൻ മണ്ണ്, സ്വല്പം എല്ലുപൊടി, സ്വല്പം വേപ്പിൻ മണ്ണാക്കി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതേപോലെ നല്ല ചട്ടിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് വീടിൻ്റെ മുറ്റത്ത് ഇതേപോലെ നമുക്ക് നിറച്ച് നല്ല ഭംഗിയായിട്ട് പ്ലാന്റുകൾ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, ഇതേപോലെ നിർത്താനായിട്ട് സാധിക്കും. ഇത് നമ്മളെ നഴ്സറി തന്നെയാണ് കേട്ടോ. അതുപോലെ ഇത് പൂനെ ന്യൂ ഓറഞ്ച് എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. ഇതും നമ്മളെ നഴ്സറിയിൽ ഇപ്പം കുറേ നാളായി കൊണ്ട് വന്നിട്ട്, എന്നാൽ ഇപ്പം നമ്മൾ ചെറുതായിട്ട് മൾട്ടിപ്ലിക്കേഷനൊക്കെ തുടങ്ങിയ പ്ലാന്റാണ്. നമ്മൾ രണ്ടാം കുറ്റി കൊല്ലത്ത് വരുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഇങ്ങനെ വെച്ചേക്കുന്നത് കാണാനായിട്ട് സാധിക്കും. നല്ല ഭംഗിയാണ്, വലിയ പൂക്കളാണ്, ബഞ്ചായിട്ട് ഇതേപോലെ നിൽക്കുന്നതിനാൽ കുറേ നാൾ ലാസ്റ്റ് ചെയ്യും. മാത്രമല്ല താണ്ടല്ലേ പുതിയ പൂക്കൾ വരുന്നത്. ഇതിനു വേണ്ടി ഇതേപോലെ നിറച്ച് പൂക്കാനായിട്ട് നമുക്ക് DAP വളം കൊടുക്കാം. ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്നറിയപ്പെടുന്ന DAP വളം കറക്റ്റ് ഒരു 2 ആഴ്ച കൂടുമ്പം ഒരു 10, 12, 14 തരി വീതം കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുകയും ചെയ്യും. നല്ല കളറായിട്ട് നല്ല കളർ കിട്ടാനും ഒക്കെ ഏറ്റവും നല്ലതാണ്. അതേപോലെ ഇത് മാത്രമായിട്ട് കൊടുക്കരുത്. ഇതേപോലുള്ള തെറ്റി വളർത്തുമ്പം ശ്രദ്ധിക്കേണ്ട ഒന്ന് കാര്യം, നല്ല ജൈവ വളങ്ങളും കൂടെ കൊടുത്ത് ഇതിനെ ഒന്ന് പരിപോഷിപ്പിക്കാനായിട്ട് നമ്മൾ ഈ പ്ലാൻ ബോഡി നല്ല ഹെൽത്തി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലുള്ള പ്ലാന്റുകൾക്ക് കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും ചാണാനും കൂടെ മിക്സ് ചെയ്ത് 3 ദിവസം വെച്ച് പുളിപ്പിച്ചിട്ട് എത്ര എടുക്കുന്നോ അതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർത്ത് മറ്റുള്ള ചെടിയൊക്കെ കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തെറ്റികൾക്കും കൂടെ കൊടുക്കുന്നത് അത്യുത്തമമാണ്. ഇത് നമ്മളെ നാടൻ മഞ്ഞത്തെറ്റിയാണ്. ഇത് പണ്ട് ഒരുപാട് ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇന്ന് നമുക്ക് ഒരുപാട് കിട്ടാത്ത ഒരു മഞ്ഞയാണ് ഈ കാണുന്നത്. ഈ മഞ്ഞയിൽ പല വെറൈറ്റി മഞ്ഞയുണ്ട്. ഇതിൻ്റെ ഇല കണ്ടില്ലേ, ഏകദേശം ഇതേപോലെ ഇരിക്കും. അതേപോലെ തന്നെ അടുത്തൊരു മഞ്ഞ നമുക്ക് പരിചയപ്പെടാം. പണ്ടത്തെ നാടൻ വെറൈറ്റി തെറ്റിയാണിത്. എന്നാലും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. തന്നെ കണ്ടില്ലേ, ഇത് ഏകദേശം നല്ല ഒരു ചന്ദന കളറോട് കൂടിയ ഒരു മഞ്ഞയാണ് ഇത് വരുന്നത്. നല്ല ഭംഗിയായിട്ട് നല്ല ക്ലസ്റ്ററായിട്ട് നിൽക്കാനും നല്ലതാണ്. അതേപോലെ ഇതിൻ്റെ തൈ ഉണ്ടാക്കണം. കുറേ പ്ലാന്റുകളൊന്നും ഇല്ല, കുറച്ച് പ്ലാന്റ് നമുക്ക് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളൂ നമ്മുടെ കയ്യിലുള്ളത്. അതേപോലെ തന്നെ ഇത് 2 തരം മഞ്ഞ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരു തരം മഞ്ഞ, ഇതൊരു ചന്ദന കളറോട് കൂടിയ മഞ്ഞ. ഇത് ഇപ്പോഴത്തെ പുതിയ വെറൈറ്റി തായ്ലൻഡ് യെല്ലോ കണ്ടില്ലേ, നല്ല ഭംഗിയാണ്. പ്ലാന്റ് നല്ല ബുഷായിട്ട് വരുന്നൊരു പ്ലാന്റാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് ഇതേപോലെ കളകൾ വരുവാണെന്നുണ്ടെങ്കിൽ ഇത് പറിച്ച് കളയാനായിട്ട് ശ്രമിക്കുക. കള പറിച്ച് കളയേണ്ടത് അത്യുത്തമമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടുതലും വളം കൂടുതൽ ഈ കള എടുത്തു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അന്നേരം അതുകൊണ്ട് മാക്സിമം ഇത് റിമൂവ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് പ്ലാന്റ് നല്ല കരുത്തോടുകൂടി കയറി വരത്തുള്ളൂ. അതേപോലെ തന്നെ പൂ പൊഴിഞ്ഞ് കഴിയുമ്പോൾ 2 ഇല താഴെ വെച്ച് കട്ട് ചെയ്ത് കളയണം. എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തെറ്റിയ നല്ല ബുഷാക്കി വളർത്തിയെടുക്കാനായിട്ടും സാധിക്കത്തുള്ളൂ. തെറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടില്ലേ, ഇതേപോലെ നല്ല
ഭംഗിയായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രത്തോളം വളങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരുന്നത്. കടലപ്പിണ്ണാക്കും വേപ്പിണ്ണാക്കും ചാണാനും കൂടെ മിക്സ് ചെയ്ത് 3 ദിവസം പുളിപ്പിച്ചതിന് ശേഷം അതിൻ്റെ തെളിവരി ഒഴിച്ചു കൊടുക്കുമ്പോൾ ആണ് ഇത് കൂടുതലായിട്ട് കള വരാനായിട്ടുള്ള സാധ്യത. പിന്നെ മഴയായാലും പെട്ടെന്ന് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അന്നേരം അതുകൊണ്ട് ഇത്തരത്തിൽ നല്ല ഭംഗിയായിട്ട് തെറ്റികളെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള വളം മാസത്തിലൊരിക്കൽ കൊടുത്തിരിക്കണം. എന്നുണ്ടെങ്കിൽ വലിയ മെയിൻ്റനൻസ് ഇല്ലാതെ നമുക്ക് എത്ര വലിയൊരു ലാൻഡ്സ്കേപ്പ് ഏരിയ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇത്തരത്തിലുള്ള തെറ്റികൾ ബോർഡറായിട്ട് കൊടുക്കാം. അതേപോലെ ബാക്ക് സൈഡിൽ, അതായത് നമ്മൾ ലാൻഡ്സ്കേപ്പ് ഒരു പുൽത്തകടിയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടൊക്കെ വെക്കാനായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള തെറ്റി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും. അതിനകത്ത് തന്നെ നമുക്ക് കട്ട് ചെയ്ത് കട്ടിങ്സിലൂടെയും അതേപോലെ തന്നെ പതിയിട്ടുകൊണ്ടും നമുക്ക് നല്ല തൈകളെ, നല്ല ക്വാളിറ്റിയുള്ള തൈകളെ ഉണ്ടാക്കിയെടുക്കാനായിട്ടും സാധിക്കും. കേട്ടില്ലേ? അതേപോലെ തന്നെ വളർത്തിയെടുക്കാനായിട്ടും സാധിക്കുക. നമ്മൾ നേരത്തെ കണ്ട ഒരു പിങ്ക് തെറ്റിയല്ല ഈ കാണുന്ന തെറ്റി. ഇത് പഴയ തെറ്റിയാണ്. ഇത് ഈ പറഞ്ഞ കണക്ക് നമുക്ക് ബുഷാക്കിയൊക്കെ നിർത്താൻ പറ്റുന്ന രീതിയിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന തെറ്റിയാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്? നമ്മളെ പഴയ ഭദ്രകാളി തെറ്റി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു തെറ്റിയാണ് ഈ കാണുന്നത്. നല്ല ഭംഗി, കുട പോലെ നിന്ന് പൂക്കുന്ന തെറ്റി എന്നറിയപ്പെടും. അതേപോലെ ഇത് പഴയ ഇനം പിങ്ക് തെറ്റിയാണ്. ഇതൊക്കെ ഇറങ്ങിയ സമയത്ത് ഭയങ്കര വിലയായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 10-40 കൊല്ലം മുമ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേൾവി മാത്രമേ ഉള്ളൂ അല്ലേ. ഇന്ന് ഇത് സുലഭമായിട്ട് കിട്ടുന്ന നല്ല ബഞ്ചായിട്ട് നിൽക്കുന്ന പിങ്ക്, ഡാർക്ക് പിങ്ക് വെറൈറ്റി തെറ്റിയാണ്. കടൽ കടന്ന് വന്ന പിങ്ക് തെറ്റി വലിയ കവറിൽ നിരത്തി സെറ്റ് ചെയ്ത് വിൽപ്പനയ്ക്ക് തയ്യാറാക്കി വെച്ചേക്കുന്ന പ്ലാന്റുകളാണ് ഈ കാണുന്നത്. അതിനിടയ്ക്ക് നിന്നൊക്കെ ആളുകൾ എടുത്തുകൊണ്ട് പോയ പ്ലാന്റുകളുടെ ഗ്യാപ്പുകളാണിത്. കണ്ടില്ലേ? ഇതേപോലെ കവർ മാറിയിട്ട് നല്ലപോലെ തെളിപ്പിച്ചും എടുക്കാൻ പറ്റും ഇത്തരത്തിലുള്ള തെറ്റികൾ. കുറേ തൈകൾ കൂടെ അതേപോലെ ചേമ്പറിനകത്ത് സെറ്റ് ചെയ്ത് നമ്മൾ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അത് വളം കൊടുക്കുമ്പോഴത്തേക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ മാസത്തിലൊരിക്കൽ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് സ്വല്പം മണലും കൂടെ ചേർത്ത് എല്ലാ ചെടിക്കും ഇട്ട് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു പിടി വീതം ഓരോ വലിയ ചട്ടിയിലും ഇട്ട് മേൽമണ്ണ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് പ്ലാന്റ് ഇതേപോലെ നല്ല ബുഷിയായിട്ട് വളർന്നു വരാനായിട്ട് ഏറ്റവും നല്ലതാണ്. ഈ കാണുന്ന മൊത്തം മുട്ടുകളാണ് കേട്ടോ. ഇതേപോലെ പൂത്ത് മറിഞ്ഞ് കിടക്കും. വീട്ടിലും നല്ല സൂര്യപ്രകാശം മാത്രം കൊടുത്താൽ മതി. വെള്ളവും, സൂര്യപ്രകാശം, വെള്ളം ഇത്രയും മാത്രം കെയർ കൊടുത്തു കഴിഞ്ഞാൽ ഇറിഞ്ഞിൽ പോലെ പൂക്കുന്ന ഒന്നാണ് തെറ്റി. നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് തെറ്റികൾ കാണും. ഇതിലെ കൂടുതൽ തെറ്റി നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കുറച്ചും കൂടെ ഉണ്ട്, പക്ഷേ അതിനകത്ത് പൂക്കളില്ലാത്തതിനാലാണ് ഇടാനായിട്ട് സാധിക്കാഞ്ഞത്. കുറേ വെറൈറ്റി തെറ്റികളിൽ നിന്ന് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ ഒന്ന് മേടിച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. കൊല്ലത്ത് മേടേമുക്ക് മാതൃഭൂമി ഓഫീസിനടുത്ത് നമ്മളൊരു നഴ്സറി ഉണ്ട്. അതേപോലെ തന്നെ മെയിൻ നഴ്സറി രണ്ടാംകുറ്റി ശാരദ കല്യാണ മണ്ഡപം കൊല്ലം ജില്ലയിലോട്ട് വരുന്ന സമയത്ത് രണ്ടാംകുറ്റി ഗൂഗിൾ മാപ്പിലുണ്ട്. കയറി നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഗാർഡൻ കാണാം. ഗാർഡനിൽ വന്നു കഴിഞ്ഞാൽ ചേട്ടനൊക്കെ നിന്ന് ചെടിയെടുക്കുന്നത് പോലെ നിങ്ങൾക്കും ഇവിടെ വന്ന് ആവശ്യമുള്ള ചെടികൾ കണ്ട് മനസ്സിലാക്കി മനസ്സ് നിറഞ്ഞ് ചെടികൾ മേടിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. ഒരുപാടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് വന്ന് കാണുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഗ്രേസ് അല്ലേ. പല വെറൈറ്റി ചെടികൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ചിലർ ഓർക്കിഡ് ഇഷ്ടപ്പെടുന്നവരുണ്ട്, അതേപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ് ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട്, അതേപോലെ തന്നെ CC പ്ലാന്റ് പോലുള്ള ചെടികൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, ബൊഗെയിൻവില്ല ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അന്നേരം ഇങ്ങനെയുള്ള പ്ലാന്റുകളും ഇതേപോലെ നല്ല നല്ല വീഡിയോകൾ കാണാനായിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് നിങ്ങളെ കൂട്ടുകാരിലേക്ക് കൂടെ എത്താനായിട്ട് മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു.